ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് എൻ്റെ കോളേജ് പരിചയപ്പെടുത്തി തരാം. ഞാൻ പഠിക്കുന്ന GC തൃശ്ശൂരാണ്. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് നമുക്ക് നമ്മുടെ കോളേജിട്ട് എങ്ങനെ വരേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനാണെങ്കിലും KSRTC സ്റ്റാൻഡാണെങ്കിലും രണ്ടും ഒരേ സ്ഥലത്താണ്. അപ്പോൾ അവിടുന്ന് വടക്കേ സ്റ്റാൻഡിട്ട് ബസ് കയറുക. ഓക്കെ, വടക്കേ സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് 2 ബസ് കയറാൻ പറ്റും. ഒന്ന് മെഡിക്കൽ കോളേജിട്ടുള്ള ബസ്സും പിന്നെ രാമവർമ്മപുരം. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിട്ടുള്ള ബസ്സാണെങ്കിൽ പവർ ഹൗസ് എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങുക. അതുപോലെ തന്നെ രാമവർമ്മപുരം ബസ്സാണെങ്കിൽ പള്ളിമൂല എന്ന് പറഞ്ഞ സ്റ്റോപ്പുണ്ട്, അപ്പോൾ അവിടെ ഇറങ്ങുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നോക്കിയാലോ. നമുക്ക് എവിടെ പോകണം ഫസ്റ്റ്? അപ്പോൾ ഗൈസ്, ഫസ്റ്റ് നമുക്ക് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാം. അപ്പോൾ സിവിലിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവനോട് തന്നെ ചോദിക്കാം സിവിൽ പ്ലേസ്മെൻറ്റ് അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ. നാഗേഷ്, അപ്പോൾ നമ്മുടെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിലെ അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാമോ? ഐ മീൻ പ്ലേസ്മെൻറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ ഫാക്കൽറ്റീസ്. പ്ലേസ്മെൻറ്റ്സിനെ പറ്റി പറയുമ്പോൾ പ്ലേസ്മെൻറ്റ്സ് ഓഫേഴ്സ് വരുന്ന കുറവാണ്. ബട്ട് ഫാക്കൽറ്റീസ് ആർ ഗുഡ്, ദേ ആർ ക്വാളിഫൈഡ്. എടുക്കുന്ന ക്ലാസ്സസ് ആയാലും എല്ലാം ഇൻട്രാക്റ്റീവ് ആണ്, കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ട്. ലാബും അത്യാവശ്യം കൊള്ളാം കമ്പാരിറ്റീവ്ലി. ഫാക്കൽറ്റീസ് ഫ്രണ്ട്ലി ആണ്. സ്ട്രിക്ട്നെസ് ഉണ്ട് അത്യാവശ്യത്തിന്. കുട്ടികൾക്ക് ഒരു അധികം ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര ഒരു ഫ്രീലി ആണ്. കുറേ പേര് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സോ സിവിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫാക്കൽറ്റീസൊക്കെ ഫ്രണ്ട്ലി ആണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ലാബും ഒരു ബേസിക് ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് പ്ലേസ്മെൻറ്റ് ഓഫേഴ്സ് കുറവാണ്. കമ്പാരിറ്റീവ്ലി മെക്കാനിക്കലിന് അധികം ഓഫേഴ്സ് വരുന്നുണ്ട്. CS-ഉം EC-യും ഇലക്ട്രിക്കലൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സിവിലിൽ ഓഫേഴ്സ് കുറവാണ്. എന്നോട് മിക്ക സ്റ്റുഡൻസും ചോദിച്ചതാണ് CPS എങ്ങനെയുണ്ടെന്ന്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? CPS ഇവിടെ ഇപ്പോൾ പുതുതായി വന്നൊരു കോഴ്സാണ്. ബേസിക്കലി അത് 2019 സ്കീമിൽ 2019 അല്ല 2024 സ്കീമാണ്. കുട്ടികൾ പാസ് ഔട്ട് ആയതിനു ശേഷം നമുക്ക് അതിൻ്റെ പ്ലേസ്മെൻറ്റിനെ പറ്റിയും ഓഫേഴ്സിനെ പറ്റിയും അത് ആ കോഴ്സിൻ്റെ നിലവാരം എത്രയുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ അവർ തന്നെ ആദ്യമായിട്ട് പഠിക്കുന്നത് ഈ കോളേജിൽ തന്നെ അവർക്ക് ഫസ്റ്റ് ടൈം കോഴ്സാണ്. അതോടൊപ്പം തന്നെ അത് എത്രമാത്രം ഉണ്ടാവുന്ന അവരോട് തന്നെ പഠിച്ചത് അവർ പാസ് ഔട്ട് ആയിട്ട് അവരോട് ചോദിക്കേണ്ടി വരും. എന്നാൽ കഴിച്ച് ഇപ്പോൾ സ്റ്റുഡൻസ് എന്തുകൊണ്ട് സിവിൽ ചൂസ് ചെയ്യണം? ബേസിക്കലി ഞാൻ സിവിൽ ചൂസ് ചെയ്ത സമയത്ത് എനിക്ക് നേരിട്ടൊരു ക്വസ്റ്റ്യനാണ് സിവിൽ ചൂസ് ചെയ്തതിന് ശേഷം എന്താണ്. കാരണം ഒരു സാച്ചുറേറ്റഡ് പോയിന്റിലെത്തി. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ സിവിൽ എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷൻ മാത്രമല്ല, ഇതിൻ്റെ വേറെ ആസ്പെക്ട്സ് ഉണ്ട്. നമ്മളിപ്പോൾ എൻവയോൺമെൻറ്റൽ ആയാലും ട്രാൻസ്പോർട്ടേഷൻ ആയാലും ബാക്കി റെയിൽവേ ആയാലും ഇതെല്ലാം സിവിലിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഒരിക്കലും ഇതിനൊരു എൻഡില്ല. കാരണം കൺസ്ട്രക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഏത് ഏരിയ ആയാലും ഇപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ലാബ്, ഇത് സിവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ലബോറട്ടറി ബ്ലോക്കാണ്. ഇത് ഡിപ്പാർട്ട്മെൻറ്റിന് തൊട്ടടുത്താണ്, അധികം ദൂരമൊന്നുമില്ല. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ വോളിബോൾ അതുപോലെ തന്നെ ബാസ്കറ്റ് ബോൾ കോർട്ട്. അപ്പോൾ ഇവിടെ വൈകുന്നേരം ഒക്കെ ക്യാമ്പൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ചെറുതായിട്ടൊക്കെ ക്യാമ്പിന് പോയായിരുന്നു, പിന്നെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ കോളേജ് ക്യാൻറ്റീൻ. അപ്പോൾ ഇവിടെ എല്ലാത്തിനും വില കുറവാണ്. ബിരിയാണിക്ക് എന്തോ 70 മറ്റേ പുറത്ത് വിലയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര വില കുറവാണ്. പിന്നെ ഉച്ച സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കുണ്ടാവാറുണ്ട്. സ്റ്റുഡൻസ് മിക്കവരും ഇവിടെ നിന്നാണ് കഴിക്കുക ഉച്ചയ്ക്ക്, ഹോസ്റ്റലിൽ മെസ്സില്ലാത്തവർ. ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ SI ക്ലബ്ബുണ്ട്, ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ ഇതെൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിനോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഇവിടുത്തെ പ്ലേസ്മെൻ്റ് ഒക്കെ എങ്ങനെയുണ്ട്? പ്ലേസ്മെൻ്റൊക്കെ നമ്മളിപ്പോൾ നമ്മളെന്താ CET ആയിട്ടാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യണത്. CET ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സാറുമാർ തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ CET-യിൽ ഒരുപാട് പ്ലേസ്മെൻറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ 4th ഇയർ മെക്കാനിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ കഴിഞ്ഞ ഒരു ഇയറിലെ പ്ലേസ്മെൻറ്റ് ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ അതിലും ഒരുപാട് പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു കമ്പനി വന്നത് 14 LP ആണ്. അപ്പോൾ അത് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്ലേസ്മെൻറ്റ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, സീറ്റിനേക്കാൾ ബെറ്റർ നമ്മളാണ് അല്ലേ? അതെ. ആ ഒരു എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ അങ്ങനെ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ ഒരു SA എന്നൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബ് വൈസ് നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ CET-ൽ ക്ലബ്ബ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവരെന്ന് വെച്ചാൽ കൂടുതൽ അക്കാഡമിക് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ അവർക്കൊരു തിയറി നോളജ് അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്കെന്ന് വെച്ചാൽ ഇപ്പോൾ SA ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഞാൻ SA-ൽ ഒരു സെക്കൻഡ് ഇയർ തൊട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻ്റാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഒരുപാട് കണക്ഷൻസ്, ഒരുപാട് ഇവൻറ്റ്സിന് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തിയററ്റിക്കലിലുപരി പ്രാക്ടിക്കൽ നോളജ് എനിക്കുണ്ട്. അപ്പോൾ CET-നെ അപേക്ഷിച്ച് നമ്മുടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് GC തൃശ്ശൂർ അടിപൊളിയാണ്. ഇവിടുത്തെ ഫാക്കൽറ്റീസ് എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആണോ? ഫാക്കൽറ്റീസൊക്കെ പറയുമ്പോഴത്തേക്കും അടിപൊളിയാണ്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞെങ്കിൽ നമുക്ക് SL ഒരു സാറുണ്ട്. സാർ നമ്മുടെ എന്താവശ്യത്തിനും കൂടെയുണ്ട്. അതുപോലെ ബാക്കിയുള്ള അഡ്വൈസേഴ്സ് ആണെങ്കിലും ഇപ്പോൾ ഞാൻ പ്രൊജക്റ്റ് എനിക്ക് 4th ഇയറിലുണ്ട്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ സാറുമാരും കട്ടൊക്കെ കൂടെയുണ്ട്. ഇപ്പോൾ എനിക്ക് ഞങ്ങളുടെ ഇപ്പോൾ GC നോക്കുമ്പോൾ തന്നെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കുറച്ച് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് ഞങ്ങളുടെ മെക്ക ഡിപ്പാർട്ട്മെൻറ്റിലെ സാറുമാരാണ്. എല്ലാ ആവശ്യത്തിനും കൂടെ ഉണ്ടാവും. നമുക്കൊരു വള്ളി കേസ് അങ്ങനെയൊന്നുമില്ല. സാറുമാരെല്ലാം അടിപൊളിയാണ്. ബാക്കി ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം പറയാം. ഇപ്പോൾ അവിടെ കുറച്ച് സ്ട്രെസ്സാണ്. എന്തോ
അവിടെ പിള്ളേരൊക്കെ പറയാനുണ്ട്. ഇപ്പോൾ എക്സ്പെഷ്യലി ട്രിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് വെച്ചാൽ പറയും ഞങ്ങൾക്ക് നാളെ സബ്മിഷൻ ഉണ്ട്, ഞങ്ങൾക്ക് മറ്റേതുണ്ട്, തേങ്ങയാണ് മാങ്ങയാണ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രഷർ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നില്ല. ശരി, അക്കാഡമിക്കലി നോക്കുകയാണെങ്കിൽ വളരെ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളുടെ HOD ആയപ്പോലും അക്കാഡമിക്സിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നൊരു സാറാണ്. അപ്പോൾ ഒരുപാട് പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ സാറായിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അക്കാഡമിക് ലൈഫ് എല്ലാം കൊണ്ടും മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഓവറായിട്ട് ക്ലാസ്സിൻ്റെ സ്ട്രെസ്സൊന്നും നമുക്ക് അധികം വരത്തില്ല, ബെസ്റ്റാണ്. ഇപ്പോൾ ഞാൻ 4 കൊല്ലം കൊണ്ട് എനിക്ക് നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന് കിട്ടിയേക്കുന്നത്. ഓക്കെ, താങ്ക്സ്. സോ ദിസ് ഇസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. നമുക്ക് ഈവനിങ് 5 to 7 ഐ തിങ്ക് ഇവിടെ ജിമ്മുണ്ട്. ജിമ്മിൽ പക്ഷേ അത്യാവശ്യം തിരക്കുണ്ടാവും കോളേജിൽ. മൺഡേ ടു ഫ്രൈഡേ എല്ലാ ദിവസവും സ്റ്റുഡൻസിന് ഈവനിങ് ടൈം ജിമ്മിൽ പോകാൻ പറ്റുന്നതായിരിക്കും. എക്യുപ്മെൻറ്റ്സൊക്കെ അത്യാവശ്യം ഉണ്ട്. കൂടുതലും ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് യൂസ്ഫുള്ളാണ്. സോ നമ്മൾ GECൽ എന്തെങ്കിലും കൾച്ചറലി എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലും ടെക്നിക്കൽ പരിപാടികളുണ്ടെങ്കിലും പുറത്തുനിന്നുള്ള ഇനി ഇവൻറ്റ്സ് നടക്കുന്നുണ്ടെങ്കിൽ മെയിനായി നടക്കുന്നത് നമ്മുടെ ഓഡിറ്റോറിയമാണ്. ദിസ് ഈസ് മില്ലേനിയം ഓഡിറ്റോറിയം. ഇവിടെ ഇപ്പോൾ ലേറ്റ്ലി ആയിട്ട് അലുമിനി മീറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതോ ഐ തിങ്ക് 90s ആ സമയത്തിൽ ഏതൊരു ബാച്ചിൻ്റെ ഒരു റീയൂണിയൻ എന്ന രീതിയിൽ ഇവിടെ നമ്മൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ ഫ്രഷേഴ്സ് ഡേ നടത്തിയത് ഇവിടെ തന്നെയാണ്. അങ്ങനെ ഓരോ ഇവൻറ്റ്സ് നടത്തുന്നത് മില്ലേനിയം ഓഡിറ്റോറിയമാണ്. സോ ഗൈസ്, ദിസ് ഇസ് ലൈബ്രറി. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നടുമുറ്റമുണ്ട്. നടുമുറ്റത്തിലാണ് കൂടുതലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായത്. നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചിരുന്നില്ല ഓഡിറ്റോറിയം പോലെ തന്നെ ഇവിടെ കോർട്ട്യാർഡിൽ പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. കോളേജിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ്, ഇതാണ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് ഡൗട്ട്സ് ചോദിക്കാം. ഇവിടുത്തെ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയുണ്ട്? പ്ലേസ്മെൻറ്റ്സ് ആക്ച്വലി pretty ഡീസൻ്റ് ആണ്. നമുക്ക് ലാസ്റ്റ് ഇയർ ഏതാണ്ട് ഒരു 60 സ്റ്റുഡൻസോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് ഏതാണ്ട് 60 പ്ലേസ്മെൻറ്റ്സോളം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഹയസ്റ്റ് പ്ലേ ഓഫർ ഐ തിങ്ക് 24 LPA ക്രെഡിറ്റിൽ നിന്ന് വന്നായിരുന്നു. ഓൾമോസ്റ്റ് രജിസ്റ്റർ ചെയ്ത മേജോറിറ്റി സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയിട്ടുണ്ട് നമ്മുടെ ബാച്ചിൽ നിന്ന്. ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആണോ? ഫാക്കൽറ്റീസ് ആക്ച്വലി നല്ലതാണ്. ലൈക്ക് നമ്മുടെ ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് വെൽ ക്വാളിഫൈഡ് ആണ്. പലരും PhD ചെയ്യുന്ന ഡോക്ടറേറ്റ് ചെയ്യുന്ന തന്നെ ഫാക്കൽറ്റീസ് ആണ്. അത്യാവശ്യം നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫാക്കൽറ്റീസ് തന്നെ. അങ്ങനെ സ്ട്രിക്റ്റ് ആണ് പ്രശ്നം, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ആക്ച്വലി നല്ല ആൾക്കാരെല്ലാവരും. സോ ദിസ് ഇസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. ഇത് വൺ ഓഫ് ദ റെയറസ്റ്റ് ബ്രാഞ്ച് ആണ്. KTUവിൻ്റെ അണ്ടറിൽ തന്നെ നമ്മൾ GEC തൃശ്ശൂർ മാത്രമേ ഓഫർ ചെയ്യുന്നുള്ളൂ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ ഗൈസ്, ഇതാണ് മെയിൻ ബ്ലോക്ക്. അപ്പോൾ ഇവിടെയാണ് പ്രിൻസിപ്പൽ അതുപോലെ തന്നെ കോളേജ് ഓഫീസൊക്കെ ഉള്ളത്. ഇപ്പോൾ ഗൈസ്, നമുക്ക് 2 ഗ്രൗണ്ടാണ്. ഒന്ന് ഹോക്കി ഗ്രൗണ്ട്, അത് ഈ ഗ്രൗണ്ടാണ്. പിന്നെ മെയിൻ ഗ്രൗണ്ട് ഉണ്ട്, അത് കുറച്ച് വലിയ ഗ്രൗണ്ട്. സോ ദിസ് ഇസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയുണ്ട്? പ്ലേസ്മെൻറ്റ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 2-3 കമ്പനീസ് അധികം വന്നിട്ടുള്ളൂ. ബട്ട് കൂടുതൽ വന്ന കമ്പനീസ് ഈ ബോണ്ട് അങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് അധികം അങ്ങനെ പിള്ളേർ അങ്ങനെ കയറുന്നില്ല. അധികം വന്നിട്ടില്ല. ഇനി ഒരു വർഷം ഉണ്ടല്ലോ, ലൈക്ക് 2 സെം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ സെമ്മിൻ്റെ അവസാനമൊക്കെ ആകുമ്പോൾ വരുമായിരിക്കും. ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാണ്? ഫ്രണ്ട്ലി ആണോ? അക്കാഡമിക്സ് ഒക്കെ എങ്ങനെയാണ്? ഫ്രണ്ട്ലി, ചില ടീച്ചേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് പറയാം. ലൈക്ക് എല്ലാവരും ഒന്നല്ല, ബട്ട് സ്ട്രിക്റ്റ് ആണ് ബേസിക്കലി. ലൈക്ക് സ്റ്റുഡൻസിൻ്റെ കരിയറിനെ ഫോക്കസ് ചെയ്ത് അവരുടെ അക്കാഡമിക് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഫാക്കൽറ്റീസ് ആണ് നമുക്കിവിടെ ഉള്ളത്. ക്യാമ്പസ് ലൈഫ് ഒക്കെ എങ്ങനെയുണ്ട് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ? ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് ലൈക്ക് കുറേ പഠിക്കാനും എന്താ പറയുക കുറച്ച് സ്ട്രെസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ക്യാമ്പസ് ലൈഫ് നമുക്ക് അധികം അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റൂല. ലൈക്ക് കുറേ റെക്കോർഡുണ്ട്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുള്ളതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. ബട്ട് സിലബസ് സ്ട്രിക്റ്റ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെ വേണമെങ്കിലും പറയാം. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുണ്ട്, അവരുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ. ആ കുട്ടിയോട് എന്താ പറയാനായിട്ട്? പറയാനായിട്ടാണെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു മേഖലയിൽ വന്നാൽ മതി എന്നാണ് ഞാൻ പറയുള്ളൂ. ലൈക്ക് ഫോഴ്സ് ചെയ്തിട്ടാണ് പറഞ്ഞെങ്കിൽ ആ ഒരു കൊച്ചി ഇവിടെ വന്നിട്ട് പിന്നെ റിഗ്രറ്റ് ചെയ്യണേക്കാളും പകരം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ ഏതൊരു നിലയിലെത്തും. ബട്ട് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. ഓക്കെ, താങ്ക് യു. ഗൈസ്, ഇതാണ് ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ ഗൈസ്, ഇതാണ് ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റ് കെമിക്കൽ. അപ്പോൾ ഞാൻ കെമിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ അത് എല്ലാവരും നോക്കുക.